ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ സെക്കൻഡ് മൊഡ്യൂളിൽ കോമ്പൗണ്ട് വാളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ എസ്റ്റിമേഷൻ കാണാൻ പോകുന്നത് സ്റ്റെപ്സിൻ്റെ ആണ്. സ്റ്റെപ്സ് മീൻസ് നമ്മൾ സ്റ്റെയർ ഒക്കെ അല്ലേ, വീട്ടിലൊക്കെ ഉള്ള സ്റ്റെയർ, അതേപോലത്തെ സ്റ്റെപ്സിൻ്റെ ആണ് നമ്മൾ ഇനി മുതൽ എസ്റ്റിമേഷൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 3 ടൈപ്പ് സ്റ്റെപ്സും ആ 3 ടൈപ്പ് സ്റ്റെപ്പുകളുടെയും എസ്റ്റിമേഷൻ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ എടുക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് ഓർഡിനറി സ്റ്റെപ്പ്. ഓർഡിനറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ സാധാരണ നമ്മളെ ലാഡർ ടൈപ്പുള്ള സ്റ്റെയർ ഇല്ലേ, നമ്മൾ കയറി അങ്ങനെ പോവുമായിരിക്കും, നേരെ കയറി ഇങ്ങനെ പോവും, തിരിഞ്ഞു പോവോ അങ്ങനെയൊന്നും പോകുന്നുണ്ടാവില്ല. അതാണ് ഓർഡിനറി സ്റ്റെപ്പ്. പിന്നെ സ്റ്റെപ്സ് റണ്ണിങ് ഇൻ 2 ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ, ഇപ്പോൾ നമ്മളെ കോളേജിലെ കോണിപ്പടി, നമ്മളെ കോളേജിൻ്റെ കോണിപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്സ് റണ്ണിങ് 2 ഡയറക്ഷനാണ്. നമ്മളൊരു ഡയറക്ഷനിലും കയറിപ്പോവും, പിന്നെ മേലേക്ക് വേറെ ഡയറക്ഷനിലാണ് നമ്മൾ കയറി പോവുക. അപ്പോൾ അത് സ്റ്റെപ്സ് ഇൻ റണ്ണിങ് 2 ഡയറക്ഷനാണ്. ഒന്ന് അങ്ങനെ പറയാം. പിന്നെ റണ്ണിങ് 2 ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡയറക്ഷൻ ഹൊറിസോണ്ടലായി കയറിയിട്ട് പിന്നത്തെ ഡയറക്ഷൻ വേർട്ടിക്കലായിട്ടായിരിക്കും കയറി പോവുക. ഇതിപ്പോൾ നമ്മൾ കോളേജിലത്തെ കോണിപ്പടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ടും ഏകദേശം വേർട്ടിക്കൽ ഡയറക്ഷൻ ആണെന്ന് പറയാം. പക്ഷേ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഷേപ്പിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കയറി അങ്ങ് പോവും, മറ്റേ ഷേപ്പിൽ വേർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ പിന്നെയും കയറിപ്പോവും. അതും സ്റ്റെപ്സ് റണ്ണിങ് 2 ഡയറക്ഷനാണ്. പിന്നെ സ്റ്റെപ്സ് ഹാവിങ് 3 വേസ്. 3 വേസ് എന്ന് പറഞ്ഞപ്പോൾ വലിയ വീടുകൾ, അതേപോലെ എന്താ പറയുക, വലിയ മാളുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് നമ്മളൊരു കോമൺ ആയിട്ടൊരു സ്റ്റെയറിൽ നിന്ന് കയറിപ്പോയിട്ട് 2 സ്റ്റെയറിലോട്ട് തിരിഞ്ഞു പോകും. അതാണ് സ്റ്റെപ്സ് ഹാവിങ് 3 വേസ് എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റെപ്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഇനി ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് ഓർഡിനറി സ്റ്റെപ്സിൻ്റെ എസ്റ്റിമേഷനാണ്. ഇതൊരു ഓർഡിനറി സ്റ്റെപ്പിൻ്റെ ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഈ ഡോട്ട് ഇട്ടേക്കണത് ആ സ്റ്റെപ്സിൻ്റെ ചുറ്റുമുള്ള നമുക്ക് എർത്ത് വർക്ക് ചെയ്യുന്നതിന് സമയത്ത് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ടുള്ള കോൺക്രീറ്റിങ്ങിൻ്റെ പോർഷനാണ് ഈ ഡോട്ട് ഇട്ടേക്കണത്. പിന്നെ ഈ 15 സെൻറ്റിമീറ്റേഴ്സ് കഴിഞ്ഞ് മേലേക്ക് 30 എന്ന് പറഞ്ഞ് പോകുന്ന 4 ലൈൻസ് അല്ലെങ്കിൽ 4 ബോക്സസ് ആണ് നമ്മൾ സ്റ്റെപ്സ് ആയിട്ട് കാണുന്നത്. ഇത് ഓർഡിനറി സ്റ്റെപ്പിൻ്റെ പ്ലാനാണ്. ദെൻ ഈ കാണിച്ചേക്കണത് അതിൻ്റെ സെക്ഷനാണ്. അതായത് നമ്മൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇതിൽ പിന്നെ നമുക്ക് സ്റ്റെയറിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റെയറിൻ്റെ ഈ ഹൊറിസോണ്ടൽ പോർഷൻ, അതായത് 30 സെൻറ്റിമീറ്റേഴ്സ് കാണിച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ പോർഷൻ എന്ന് പറയുന്നത് ത്രെഡ് എന്നാണ് വിളിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഡ്രോയിങ് വരച്ചപ്പോൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഈ സ്റ്റെയറിൻ്റെ ഈ വേർട്ടിക്കൽ പോർഷൻസിനെ, അതായത് ഈ 15 സെൻറ്റിമീറ്റേഴ്സ് കാണിച്ചേക്കുന്ന വേർട്ടിക്കൽ പോർഷനെ നമ്മൾ റൈസേഴ്സ് എന്നാണ് പറയുക. ഇതാണ് ത്രെഡ്, റൈസർ. ഇനി ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിംഗ് ലെവൽ ആണ് കൊടുത്തേക്കണത്. അതേപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് 1.35 മീറ്റേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.3 മീറ്റേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി ഫിഗറിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽക്കുലേറ്റ് ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് സ്റ്റെപ്സ് ഷോൺ ഇൻ ദ ഫിഗർ. ഞാനിപ്പോൾ കാണിച്ചെന്ന ഫിഗർ, അതിൽ സ്പെസിഫിക്കേഷൻസ് ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്ക് മേസൺറി CM 1:6 ഫോർ ദ സ്റ്റെപ്സ്, സിമെൻറ്റ് കോൺക്രീറ്റ് 1:4:8 വിത്ത് 40 mm സൈസ്, മെറ്റൽ ഫോർ ബെഡ് കോൺക്രീറ്റ്. പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്തേക്കുന്നത് 1:4:12 mm തിക്നെസ്സിലാണ്. ഇത്രയാണ് ഡീറ്റെയിൽസ് തന്നേക്കണം. ഇത് ഭയങ്കര സിമ്പിൾ കാൽക്കുലേഷനാണ്, സിമ്പിൾ എസ്റ്റിമേഷനാണ് സ്റ്റെപ്സിനുള്ളത്. ആകെ 4-5 സ്റ്റെപ്പുകളെ നമുക്ക് ഈ എസ്റ്റിമേഷനിൽ വരുള്ളൂ. കുറച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കാന്നേ ഉള്ളൂ ഇതിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിനകത്ത് ഫസ്റ്റത്തെ സെക്ഷൻ നമുക്കറിയാം, എല്ലാത്തിലും എർത്ത് വർക്ക് എക്സ്കവേഷനാണുള്ളത്. അതേപോലെ ഇതിലും എർത്ത് വർക്ക് എക്സ്കവേഷനാണ് ഉണ്ടാവുക, വിത്ത് ഇനീഷ്യൽ ലീഡ് ആൻഡ് ലിഫ്റ്റ് ഇൻ ഓർഡിനറി സോയിൽ ഫോർ ഫൗണ്ടേഷൻ. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണ് എർത്ത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറിലോട്ട് വരിക. ഇതിൽ നമുക്കറിയാം ഇതാണ് 2 മീറ്റേഴ്സ് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഈ 2.3 മീറ്റർ എന്ന് പറയുന്ന അത്രയും ലെങ്ത്തിൽ നമ്മൾ എർത്ത് വർക്ക്, അതായത് മണ്ണ് കുഴിക്കണം താഴേക്ക്, ആ സ്റ്റെപ്പ് അവിടെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റെപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്രയും എർത്ത് വർക്ക് നമ്മൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് കൊടുത്തത്, ഇവിടെ ലെങ്ത്ത് 2.3 മീറ്റർ എന്ന് വന്നത്. ദെൻ ബ്രെഡ്ത്ത് എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത് അതും ഈ ഫിഗറിൽ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1.35 മീറ്ററാണ്.
0.35 മീറ്റർ ആണെന്നുള്ളത്. ദെൻ അടുത്തത് കൊടുത്തേക്കുന്നത് 0.15 ഡെപ്ത്ത്. കോൺക്രീറ്റിംഗ് എത്ര ഡെപ്ത്? ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ പറഞ്ഞു, കോൺക്രീറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ എർത്ത് വർക്കിൻ്റെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഈ 15 സെൻറ്റിമീറ്റേഴ്സ് ഇവിടെ കൊടുത്തേക്കണമെന്നുള്ളത് ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഈ ഫിഗറിനകത്ത് നമുക്ക് എങ്ങനെ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്നത് 2.30, 1.35, 0.15 അത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എർത്ത് വർക്ക് കഴിഞ്ഞാൽ പിന്നെ സിമെൻറ്റ് കോൺക്രീറ്റിംഗ് ആണ്. അപ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റിംഗ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പോർഷനിൽ തന്നെയാണ് സിമെൻറ്റ് കോൺക്രീറ്റിംഗ് ചെയ്യുന്നത്, ആ എർത്ത് വർക്ക് ചെയ്ത അതേ പോർഷനിൽ. അതുകൊണ്ട് എന്താണ് അവിടെ ഡയമെൻഷൻസ് ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ 2.30, 1.35, 0.15 എന്ന് കിട്ടും. ദെൻ അടുത്തത് നമ്മൾ ആ ഭാഗത്ത് നമ്മൾ സ്റ്റെപ്പുകൾക്ക് നമ്മൾ മണ്ണൊക്കെ കുഴിച്ചു, അവിടെ എർത്ത് വർക്ക് ചെയ്തു കോൺക്രീറ്റിംഗ് ചെയ്തു. ദെൻ ബ്രിക്കിൻ്റെ മേസൺറി വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, മേസൺറി വർക്ക് നമുക്കറിയാം മേലേക്കല്ലേ സ്റ്റെപ്പുകൾ പോണത്. അപ്പോൾ ഇതിലത്തെ ഓരോ സ്റ്റെപ്പിനും 4 സ്റ്റെപ്പ് ഉണ്ട്, 30, 30, 30, 30. ഇത് 4 സ്റ്റെപ്പുകളാണ്. ഇത് 4നും നമ്മൾ മേലേക്ക് മേസൺറി വർക്ക് ചെയ്യണം, അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ മേസൺറി വർക്ക് ചെയ്യുമ്പോൾ ആദ്യം സ്റ്റെപ്പ് 1 എടുക്കുക. സ്റ്റെപ്പ് 1 എടുക്കുമ്പോൾ അതിൽ ഒരു സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ആകെ ഒരു സ്റ്റെപ്പേ ഉള്ളൂ. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. എവിടെ നിന്നാണ് 2 മീറ്റർ കിട്ടിയത്? ഇവിടെ നോക്കൂ, നമ്മളെ ഈ സ്റ്റെപ്പിനകത്ത് നമുക്കറിയാം ഈ സ്റ്റെപ്പിൻ്റെ പോർഷൻ എർത്ത് വർക്ക് ഒഴികെ സ്റ്റെപ്പിൻ്റെ പോർഷൻ 2 മീറ്റർ അല്ലേ ലെങ്ത്ത് വരുന്നത്. അതാണ് ഇവിടെ 2 മീറ്റേഴ്സ് വന്നത്. ആ 2 മീറ്റേഴ്സ് തന്നെ ആയിരിക്കും എന്ത് സെക്കൻഡ് സ്റ്റെപ്പിനും തേർഡ് സ്റ്റെപ്പിനും ഫോർത്ത് സ്റ്റെപ്പിനും വരാം. അപ്പോൾ ആ പോർഷൻ ഫില്ലായി. ദെൻ അടുത്ത സെക്ഷൻ എടുക്കാം. ഇനി ഫസ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ ഈ 4 സ്റ്റെപ്പിൻ്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്ത്തും ഒരുമിച്ചാണ് പറയാൻ പോണത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ ലെങ്ത്ത് 4 സ്റ്റെപ്പിനും 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ എന്ന് കിട്ടി. ഇനി ബ്രെഡ്ത്ത് 4 സ്റ്റെപ്പിൻ്റെയോ നോക്കാൻ പോവാണ്. അത് നോക്കുന്നതിന് മുന്നേ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഈ 30, 30, 30 എന്ന് എഴുതിയത്. ഇതിൽ ടോട്ടൽ ആ സ്റ്റെപ്പിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1.35 ആണ്. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കണത് നമ്മൾ പറഞ്ഞു ഈ 30 തുടങ്ങിയത് മുതലാണ്. അപ്പോൾ ഈ 1.35 എന്ന് ഈ 15 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്താൽ നമുക്ക് ഈ ടോട്ടൽ ബ്രെഡ്ത്ത് കിട്ടൂലേ, അതായത് ഈ താഴത്തെ സ്റ്റെപ്പിൻ്റെ ബ്രെഡ്ത്ത് കിട്ടും, ഹോൾ ബ്രെഡ്ത്ത് കിട്ടും. അപ്പോൾ ഈ 1.35 എന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി, 15 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്താൽ മതി. അങ്ങനെ 1.35 മീറ്റേഴ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, 15 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.20 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 15 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്ത് നമുക്ക് 1.20 കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓരോന്നിനും നമ്മളിത് ശരിക്കും ഫിഗർ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായി തന്നെ എഴുതാം. കാരണം നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പിനാണ് നമ്മൾ ഈ ഫുള്ളെന്ന് 15 മൈനസ് ചെയ്തത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കാര്യത്തിന്. കാരണം ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കൂടെ എന്ത് പെട്ടു, ഈ കോൺക്രീറ്റിംഗ് പോർഷനും കൂടെ പെട്ടു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കുക. ഈ സെക്കൻഡ് സ്റ്റെപ്പെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ 30 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വരെയുള്ള പോർഷൻ്റെ ലെങ്ത്താണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ 1.20 വന്നത്. ഈ 1.20 എന്ന് 30 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ബ്രെഡ്ത്ത് കിട്ടും. അപ്പോൾ പിന്നെ തേർഡ് സ്റ്റെപ്പിൻ്റെ ബ്രെഡ്ത്ത് കിട്ടാനോ, സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ബ്രെഡ്ത്തിൽ നിന്നും 30 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്താൽ തേർഡ് സ്റ്റെപ്പിൻ്റെ ബ്രെഡ്ത്ത് കിട്ടും. അതേപോലെ തന്നെ തേർഡ് സ്റ്റെപ്പിൻ്റെ ബ്രെഡ്ത്തിൽ നിന്നും ഫോർത്ത് സ്റ്റെപ്പിൻ്റെ 30 മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെയും എന്ത് കിട്ടും, അതിൻ്റെ ബ്രെഡ്ത്ത് കിട്ടും. അപ്പോൾ നമ്മളെന്താണ് ഇത് ഫിഗർ നോക്കാതെ തന്നെ നമുക്ക് ഈ ബ്രെഡ്ത്തിൻ്റെ പോർഷൻ എഴുതാൻ പറ്റും. 30 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇനി അതിൽ നമ്മൾ അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിൻ്റെ ഡെപ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും 15 സെൻറ്റിമീറ്റേഴ്സാണ് ഡെപ്ത്ത് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റേഴ്സാണ് എന്നുള്ളത് ഈ ക്രോസ് സെക്ഷൻ്റെ ഫിഗറിൽ തന്നിട്ടുണ്ട്. അല്ലാതെ എന്തല്ല, ഈ എർത്ത് വർക്കിൻ്റെ 15 അല്ല, ഈ ക്രോസ് സെക്ഷൻ്റെ ഫിഗറിൽ എർത്ത് വർക്കിൻ്റെ 15 ഈ താഴത്തെ 15 ആണ്, 15 cc എന്നുള്ളതാണ്. അതല്ലാണ്ട് തന്നേക്കുന്ന 15 ആണ് നമ്മളെ ഡെപ്ത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റെപ്പിനും എന്ത് ചെയ്യാം, ഇവിടെ ഫുള്ള് നമുക്ക് ഡെപ്ത്തിൻ്റെ പോർഷൻ എന്ത് ചെയ്യാം, 15 കൊടുക്കാം. അപ്പോൾ ഇത്രയും സെക്ഷൻ നമ്മൾ 4 സ്റ്റെപ്പിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ബ്രിക്ക് മേസൺറി കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അത് മൾട്ടിപ്ലൈ ചെയ്താൽ ക്വാണ്ടിറ്റി കിട്ടും. ഈ 4 സ്റ്റെപ്പിൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എഴുതുക, നെറ്റ് ക്വാണ്ടിറ്റി എഴുതേണ്ടത്. ക്ലിയർ ആയോ? ദെൻ അടുത്ത പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നമുക്കറിയാം ഓരോ സ്റ്റെപ്പുകളുണ്ട്, സ്റ്റെപ്പിനും ആ സ്റ്റെപ്പിനൊക്കെ ത്രെഡ്സും ഉണ്ട്, റൈസേഴ്സും ഉണ്ട്. അപ്പോൾ ത്രെഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സ്റ്റെപ്പിൻ്റെ ഹൊറിസോണ്ടൽ പോർഷനാണ് ത്രെഡ് എന്ന് പറയുന്നത്, ഒരു സ്റ്റെപ്പിൻ്റെ വേർട്ടിക്കലായിട്ടുള്ള പോർഷനാണ് റൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒറ്റ സ്റ്റെപ്പ് എടുക്കാം. നമ്മൾ ഈ പ്ലാനിൽ എടുത്താൽ മതി.
പ്ലാനിലെടുക്കുമ്പോൾ ഒരൊറ്റ സ്റ്റെപ്പ് എടുക്കുക. ഒരൊറ്റ സ്റ്റെപ്പ് എടുത്തിട്ട് അതിൻ്റെ ത്രെഡിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. അതായത് ഹൊറിസോണ്ടലായിട്ടുള്ള പോർഷൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. അത് ഈ ഫിഗറിൽ തന്നിട്ടുണ്ട്. ഇനി ഹൊറിസോണ്ടലായിട്ടുള്ള പോർഷൻ്റെ ലെങ്ത്ത് തന്നാൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു 1.35 എന്ന് 15 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്താൽ കിട്ടണ 1.20 ആണെന്നുള്ളത്. അതാണ് നമ്മൾ എന്തെഴുതത് ഇവിടെ എഴുതിയത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു പ്ലാസ്റ്ററിങ്ങിന് എന്തില്ല, ഡെപ്ത് കൊടുക്കൂല. ദെൻ അടുത്തത് അതേപോലെ തന്നെ റൈസേഴ്സ് കാണാം. റൈസേഴ്സ് എന്ന് പറയുന്ന വേർട്ടിക്കൽ പോർഷനാണ്. ലെങ്ത്ത് 2 മീറ്റേഴ്സ് വരുമെങ്കിലും അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.60 മീറ്റേഴ്സാണ് വരിക. 0.60 മീറ്റേഴ്സ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 30+30 ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇതിൻ്റെ ഈ റൈസേഴ്സിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടുക. 60 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്തു, 0.6 മീറ്റേഴ്സ് എന്ന് എഴുതി വെച്ചു. ഇനി ഇതിനകത്ത് അത്രയും ഭാഗമാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. ആ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 2 × 1.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. ആ ക്വാണ്ടിറ്റി അവിടെ എഴുതി വയ്ക്കുക. ദെൻ അടുത്തത്, ഇതിലിപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാകും, ഇവിടെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രെഡിൻ്റെയും റൈസേഴ്സിൻ്റെയും നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ഞാൻ ആ സ്റ്റെപ്സ് കാണിച്ചെന്ന് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഇതിനകത്ത് നമുക്ക് 4 ത്രെഡും 4 റൈസേഴ്സുമാണ് ഉള്ളത്. അതൊക്കെ ഞാൻ കാണിച്ചെന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്തത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്തത് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക കേട്ടോ. ദെൻ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്ലാസ്റ്ററിങ് ബോത്ത് സൈഡ്സ്. ഇപ്പോൾ നമ്മളൊരു പ്ലാസ്റ്ററിങ് ബോത്ത് സൈഡ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെപ്പ് എന്ന് വിചാരിക്കുക. ഈ സ്റ്റെപ്പിൻ്റെ ഈ ഹൊറിസോണ്ടൽ പോർഷൻ, അതായത് 15 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഈ വേർട്ടിക്കൽ പോർഷനും 30 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഈ ഹൊറിസോണ്ടൽ പോർഷനും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തു. അതേപോലെ തന്നെ ഈ 15 കിടക്കുന്ന ഈ സിഗ്സാഗിൽ കിടക്കുന്ന ഒരു സ്റ്റെപ്പിൻ്റെ ഈ സൈഡില്ലേ, ഈ സൈഡും ഇതേപോലത്തെ സൈഡ് സ്റ്റെപ്പിന് അപ്പുറത്തെ സൈഡിലും ഉണ്ടാവും. ഈ 15 എഴുതിയേക്കുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സെക്ഷൻ ഇല്ലേ, ഇതേപോലത്തെ പോർഷൻ എന്താണ് ഈ സ്റ്റെപ്പിന് അപ്പുറത്തെ സൈഡിലുണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ ബോത്ത് സൈഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ നമുക്കത് ഓരോന്നാണ് നമ്മൾ എടുക്കുന്നത്. ഒരു സ്റ്റെപ്പിൻ്റെ 2 സൈഡ്, സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ 2 സൈഡ്, തേർഡ് സ്റ്റെപ്പിൻ്റെ 2 സൈഡ്, ഫോർത്ത് സ്റ്റെപ്പിൻ്റെ 2 സൈഡ്. അപ്പോൾ അതിന് നമ്മൾ നമ്പേഴ്സ് എഴുതുമ്പോൾ 2 എഴുതണം. അതിലെന്താവുക, പ്ലാസ്റ്ററിങ്ങിൽ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ ബോത്ത് സൈഡ്സിൽ ചെയ്യുമ്പോൾ അതിനെന്തുണ്ടാവില്ല, ബ്രെഡ്ത്ത് ഉണ്ടാവില്ല. കാരണം 2 സൈഡാണ് എടുക്കുന്നത്. 2 സൈഡ് എടുക്കുമ്പോൾ അവിടെ എന്ത് വരുന്നില്ല, ബ്രെഡ്ത്താണ് വരാത്തത്. നേരെ മറിച്ച് ലെങ്ത്തും ഡെപ്ത്തുമാണ് അവിടെ വരിക. ലെങ്ത്ത് നമുക്ക് കൺഫ്യൂഷനൊന്നും വരാനില്ല. എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ച 1.20, 0.90, 0.60, 0.30 എന്നുള്ള ബ്രെഡ്ത്തുകൾ എന്ത് സംഭവിക്കും, നമ്മൾ 2 സൈഡിലും പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അതെന്താവും, ഇവിടുത്തെ ലെങ്ത്തുകളായി മാറും. സ്വാഭാവികമായും ഡെപ്ത്തിൽ പിന്നെ ചേഞ്ച് ഒന്നും വരുന്നില്ല, 0.15 തന്നെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഡെപ്ത്ത് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക, നെറ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ തന്നെ ഒരു തവണ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ ഇത്. പിന്നെ ഇതിലെ 5th പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് വാഷിംഗ് ചെയ്യുന്നതാണ്. നമുക്കറിയാം പ്ലാസ്റ്ററിങ് ചെയ്ത ആ 2 സൈഡിലായിരിക്കും നമ്മൾ വൈറ്റ് വാഷിംഗ് ചെയ്യുക. പിന്നെ സ്റ്റെപ്പ് ഇട്ട പോർഷനിൽ അവിടെ നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത്, ആ പോർഷൻ ആഡ് ചെയ്യാത്തത്. ഈ ബോത്ത് സൈഡ്സ്, അതായത് അതിൻ്റെ 2 സൈഡിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വൈറ്റ് വാഷ് ചെയ്യുള്ളൂ. ഓക്കെ.